ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിത്തി വ്ളോഗ്. അപ്പോൾ നമ്മളെ ടൂറിൻ്റെ സെക്കൻഡ് പാർട്ട് വ്ളോഗാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ആഗ്രയിലെ താജ്മഹൽ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ആഗ്ര ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാന് പോലത്തെ ഒരു കാറുണ്ട്. അതിലാണ് നമ്മളിപ്പോൾ കയറിയത്. അപ്പോൾ നമുക്ക് താജ്മഹലിലെത്തിയിട്ട് അതിനുശേഷം അപ്പോൾ ഇത് ആണ് താജ്മഹലിൻ്റെ എൻട്രി വ്യൂ. ഫൈനലി താജ്മഹൽ കണ്ടു ഗൈസ്. ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുണ്ട് കേട്ടോ ഗൈസ് കാണാൻ. ഇവിടെ ഒപ്പം തന്നെ നല്ല തിരക്കുണ്ട് ഫ്രണ്ട്സ്. താജ്മഹൽ യമുന നദിയുടെ തീരത്താണ്. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഒരു കുരങ്ങനെ വന്നു നിന്ന് പിന്നെയും താജ്മഹലിലേക്ക് കയറണമെങ്കിൽ പ്രത്യേക എൻട്രി ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ എൻട്രി ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് താജ്മഹലിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട്. എൻട്രിയിലെ വ്യൂ ആണ്, നല്ല രസമുണ്ട് കേട്ടോ എൻട്രിയിലേക്ക് ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട്. നമുക്കിതിൻ്റെ ഉള്ളിൽ കയറാം. ഇപ്പോൾ ഒരു 8 മണി ആയിട്ടുണ്ട്. ഇവിടെ നല്ല വെയിലാണ്. നമ്മളൊരു 6 മണിക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഏതായാലും നന്നായി. ഇപ്പോൾ നല്ല വെയിലടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി നേരെ എക്സിറ്റ് ഗേറ്റിൽ കൂടി പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. അപ്പോൾ അതാ നമ്മൾ താജ്മഹലിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വണ്ടിയിലാണ് നമ്മൾ ആഗ്രയിലേക്ക്, അതായത് താജ്മഹലിൻ്റെ ഗേറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. ഓട്ടോറിക്ഷയിൽ കയറിയിട്ടുണ്ട്. ഡാർജിലിങ്ങിലാണ് ഇന്നലെ താമസിച്ചത്. നല്ല സെറ്റപ്പ് റൂമാണ് കേട്ടോ. നല്ല കുറഞ്ഞ പൈസക്ക് നല്ല സെറ്റപ്പ് റൂം. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ്. നോർത്ത് 3 ആണ്. അപ്പോൾ നമ്മൾ ഇതിലത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാം. നമ്മളെ ബാത്റൂമൊക്കെ നല്ല സെറ്റപ്പ് ബാത്റൂമാണ്. ഇവിടെ നമുക്ക് കോഫി ഉണ്ടാക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ട്. ഇതാണ്. പിന്നെ ഇവിടെ നമുക്ക് നല്ല TV ഒക്കെ ഉണ്ട്. ഇതാണ് നമ്മളെ പുറത്തത്തെ വ്യൂ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ ഡൽഹിയിലെ മെട്രോ ട്രെയിനാണിത് കേട്ടോ. നമ്മൾ ഡാർജിലിങ്ങും നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇനി നേരെ നമ്മൾ ഡൽഹിയിലേക്ക് പോയിട്ട് അവിടുന്ന് ട്രെയിൻ കയറാൻ പോവാണ്. അതിന് മുമ്പ് ഏതെങ്കിലും ഒരു 2 സ്ഥലം നമ്മൾ വിസിറ്റ് ചെയ്യാനുണ്ടാവും. രാത്രി 10:00 പോയിരുന്നു. നമ്മൾ അടുത്തായിട്ട് വന്നിരിക്കുന്നത് ആഗ്ര ഫോർട്ടിലാണ്. എൻ്റെ ബാക്ക് കാണുന്നതാണ് ആഗ്ര ഫോർട്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നത്. ഇതാണ് കേട്ടോ റെഡ് ഫോർട്ടിൻ്റെ ആഗ്ര ഫോർട്ടിൻ്റെ ഉള്ളെന്ന് പറയുന്നത്. ഇത് ആഗ്ര ഫോർട്ടിൻ്റെ വ്യൂവൽസാണ്. നമ്മൾ ഇൻസൈഡിലെ വ്യൂവൽസാണ് കേട്ടോ ഇത്. ഇതിൻ്റെ പ്രത്യേകത ഫുള്ള് കൊത്തുപണികളാണ് ഇവിടെ. ഫുള്ള് ഇതാ ഇവിടെ കൊത്തുപണിയാണ്. പിന്നെ ഇവിടെ ഫുള്ള് കൊത്തുപണികളാണ് കേട്ടോ. നമ്മൾ ഇവിടുന്ന് ആഗ്ര ഫോർട്ടിൽ നിന്ന് നോക്കിയാൽ നേരെ നമുക്ക് താജ്മഹലിൻ്റെ ബ്യൂട്ടിഫുൾ വ്യൂ കാണാൻ വേണ്ടി പറ്റും. ഇവിടുന്ന് ആഗ്ര ഫോർട്ടിൽ നോക്കിയാൽ നമുക്ക് താജ്മഹലിനാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് വന്നിട്ടുള്ളത് രാജ്ഘട്ടിലേക്കാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നോക്കാം. രാജ്ഘട്ടിലേക്ക് പ്രത്യേകിച്ചും കുറേ നടക്കാനാണുള്ളതെന്നാണ് ഇവിടെ നിന്ന് തോന്നുന്നത്. ഇവിടെ നമുക്ക് ചിൽഡ്രൻസിൻ്റെ പാർക്കുണ്ട്. അപ്പോൾ നമ്മൾ നടന്ന് അവിടെ എത്തിയിട്ട് ബാക്കി പറയാം. ഫ്രണ്ട്സ്, ഇവിടെ രാജീവ് ഗാന്ധിൻ്റെ ശവക്കല്ലറയാണ്.
ഇതൊരു വലുതാണ് കേട്ടോ. ഞാൻ ഒന്നുകൂടി നല്ലോണം കാണിച്ചു തരാം. ഇനി നമ്മൾ പോകുന്നത് മഹാത്മാഗാന്ധിൻ്റെ ശവക്കല്ലറ കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ രാജ്ഘട്ടിൻ്റെ ഉള്ളിലെ വ്യൂ. നമുക്കിപ്പോൾ നമ്മൾ രാഷ്ട്രപതി ഗാന്ധിജിൻ്റെ ശവക്കല്ലറ കാണണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ചെരുപ്പ് കഴിച്ചിട്ട് മാത്രമേ ഇവിടെ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഗാന്ധിജിൻ്റെ ശവക്കല്ലറ. നമ്മൾ രാജ്ഘട്ടിൽ നിന്ന് നേരെ റിട്ടേൺ അടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു സ്ഥലത്തൂടെയാണ് ഡൽഹിയിൽ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അടുത്ത സ്ഥലത്ത് അടുത്ത വിശേഷങ്ങൾ അറിയാം. ബിർള മന്ദിറിലാണ്. അവിടെ നമുക്ക് ഫോൺ അലൗഡ് അല്ല, അതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാഞ്ഞത്. ഇപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനാണുള്ളത്. നമ്മളിപ്പോൾ ജമ്മു കാശ്മീരിലേക്ക് പോവുകയാണ്. അപ്പം ഇന്നത്തെ പാർട്ട് 2 വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ